morning, all. Good morning, Miss. Good morning, Miss. Good morning. Okay, എടുത്തതൊക്കെ വായിച്ച് നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകള്? നമ്മൾ എവിടെ വരെയായിട്ട് നിർത്തിയത്? മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പൊ എവിടെ വരെയാ എടുത്ത് നിർത്തിയത്? ലാസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? അർത്ഥമുണ്ടോ? അർത്ഥമുണ്ടോ? എവിടെ വരെയായിട്ട് നിർത്തിയെന്നോ? CMMS ഉള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. 6 ബെസ്റ്റ് പ്രാക്ടീസ് ടു ഇംപ്രൂവ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ് അല്ലെ? 6 പ്രാക്ടീസ്. അതിൽ നമ്മുടെ ഡിജിറ്റലൈസേഷൻ അവിടെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യണമെന്നുള്ള കാര്യം വരെയാണ് എടുത്തത്. പോയിന്റ്സ് നിർത്തി താഴേക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഫ്ലോർ പ്ലാൻസ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി കാണാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, തുടങ്ങിയാണ് എടുക്കേണ്ടത് അല്ലെ? നമുക്കറിയാം തീർച്ചയായിട്ടും CMMS എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലോറിലെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എന്തൊക്കെയാണ് മെയിൻ്റെനൻസ് ടീമിന് അതെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാനും സമയത്തിന് തന്നെ അത് ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ? അപ്പൊ അത് മാത്രമല്ല ആക്യുറസിയോട് കൂടിയിട്ട് ഡാറ്റാസുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ലാസ്റ്റ് ടൈമിൽ പറഞ്ഞു എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഫ്ലോറുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിന്റെയും കൂടി സഹായത്തോട് കൂടിയിട്ട് അപ്പൊ ഇന്റീരിയർ ആയിട്ടും എക്സ്റ്റീരിയർ ആയിട്ടും എത്രത്തോളം സ്പേസ് ഉണ്ടോ ആ സ്പേസ് മൊത്തം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോഴും നമുക്കറിയാം ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള പ്ലേസുകൾ ചിലപ്പോൾ ചിലയിടത്തൊക്കെ കുറച്ച് കൂടുതൽ സ്പേസ് ഒക്കെ ആവശ്യമാണ്. കൺജസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ എല്ലാവർക്കും എളുപ്പത്തിൽ പാസ് ചെയ്ത് പോകാനൊക്കെ ആയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ മസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കണ്ടു നിർത്തിയത് അതിന് സഹായിക്കാനായിട്ട് അല്ലെ? ഡിജിറ്റലൈസേഷൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും പ്രൊവിഷനൊക്കെ അവിടെ കൃത്യമായിട്ട് കാണിക്കും. സോ അതനുസരിച്ചിട്ട് തന്നെ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞു. then അതുമായി ബന്ധപ്പെട്ട താഴേക്ക് നമ്മൾ കണ്ടു വരുന്നത് സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഫ്ലോർ പ്ലാൻസ് ഷുഡ് ബി ഫോളോഡ്. അപ്പൊ നമുക്ക് പോവാം. സ്റ്റാർട്ട് ചെയ്യാതോ? ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ ബിൽഡിങ്സിന് നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ ഭയങ്കര അല്ലെ? നമ്മള് തീർച്ചയായിട്ടും രോഗികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ രോഗികളോടൊപ്പം ഒക്കെ ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളൊരു ബെസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ഉണ്ടാക്കിയിരിക്കണം അല്ലെ? ഒരു നേടിയെടുക്കാൻ പറ്റണം. അതായത് നമുക്കറിയാം നല്ലൊരു നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു അന്തരീക്ഷങ്ങൾ നല്ല അല്ലെ? എല്ലായിടത്തേക്കും നമുക്ക് പോയി എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ എല്ലാ തരത്തിലേക്കും കൃത്യമായിട്ടുള്ള സിഗ്നലൊക്കെ വെച്ചിട്ടുള്ള അല്ലെ ഒരു രീതി അവിടെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഫ്രണ്ട് വ്യൂവിൽ തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള അല്ലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള രീതിയിനേക്കാൾ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയകളൊക്കെ ആയിട്ട് ക്രിയേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സിനൊക്കെ ഓക്കെ അത് നല്ല ഹോസ്പിറ്റലാണ് അല്ലെ ഒരു ഇംപ്രഷൻ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും പല കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ? അതിൽ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയാണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾസ്. ഓക്കെ, തീർച്ചയായിട്ടും ഒരു ചുറ്റുപാടും മതിലും അല്ലെ? മതിൽക്കെട്ടുകളും പ്രത്യേകിച്ച് ഇടനാഴികൾക്കൊക്കെ അല്ലെ? പോകുന്ന വഴികൾക്കൊക്കെ അത്യാവശ്യം മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലൊക്കെ നമുക്കറിയാം ഒരു പ്രത്യേകം തിരിച്ചു വിവാഹങ്ങളൊക്കെ ആയിട്ട് തിരിക്കുമ്പോൾ ആ ഏരിയ മാത്രം കവർ ചെയ്താൽ മതി എന്നൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള അറിവ് പേഷ്യൻസിനൊക്കെ ആണെങ്കിലും എളുപ്പത്തിൽ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. വീണ്ടും ബിൽട്ട് ഇൻ ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്കറിയാം അവയുടെ ഡേയ്സിൽ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെ?
അപ്പൊ ആ ഒരു സവിശേഷതകൾ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ എപ്പോഴും നമ്മൾ ബിൽഡിങ് നമ്മള് അല്ലെ ഒറ്റ അടിക്ക് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെയും അത് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ അത് തകർത്ത് കളഞ്ഞിട്ട് വേറൊന്നും നിർമ്മിക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ നിർമ്മിക്കുമ്പോ തന്നെ ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് അതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുകയാണെങ്കിൽ അല്ലെ അതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി അല്ലെ അതിനുള്ള സവിശേഷതകൾ കൂടി കണ്ടുകൊണ്ട് വേണം ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കാനായിട്ട്. അപ്പൊ ബിൽഡ് ഇൻ ഫീച്ചേഴ്സ് അല്ലെ പല സവിശേഷതകൾ കൂടി അതിൽ ഉൾപ്പെടുത്തുക. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സവിശേഷതകൾ ഉൾപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രൊവിഷൻസ് കൂടി ഉൾപ്പെടുത്തി തന്നെ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ശരിയല്ലേ? ആണോ? തീർച്ചയായിട്ടും അല്ലെ അവിടെ നമ്മൾ ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സ്ട്രക്ചർ ഒക്കെ തയ്യാറാക്കുമ്പോൾ ആ രീതിയിലൊക്കെയാണ് കൺസിഡർ ചെയ്യുക അല്ലെ. പിന്നെ പ്ലംബിംഗ് ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം എവിടേക്കും പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രൊവിഷൻ വേണം അല്ലെ. അപ്പൊ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സ് അല്ലെ നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം പ്ലംബിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എവിടെയും അവിടെയൊക്കെ കൊത്തിപ്പിടിക്കാനും പറ്റില്ല അല്ലെ. അപ്പൊ ആ പ്രൊവിഷൻസിലും അഡീഷണൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അതും അതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊവിഷൻസ് ഒക്കെ അവിടെ ഉൾപ്പെടുത്തണം. എന്താണ് HVAC കമ്പോണൻസ്? എന്താണ് HVAC കമ്പോണൻസ് എന്ന് പറയുന്നത്? H റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഹീറ്റ്, ഹീറ്റിംഗ്. ഹീറ്റിംഗ് നമുക്കറിയാം ചൂടുവെള്ളമൊക്കെ വേണമെങ്കിൽ അല്ലെ ചൂടാകേണ്ട പ്രോസസ് ഒക്കെ വേണമെങ്കിൽ ഓരോ റൂമിലൊക്കെ അതിന്റെ സജ്ജീകരണങ്ങൾ വേണം. ഓക്കെ, അതുപോലെ തന്നെ വെന്റിലേഷൻ നല്ല രീതിയിലുള്ള വായു അല്ലെ സഞ്ചാരങ്ങൾ തീർച്ചയായിട്ടും അവിടെ അവൈലബിൾ ആകണം. തീർച്ചയായിട്ടും വായു കൃത്യമായ രീതിയിൽ വന്നു പോകാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ അവൈലബിൾ ആകണം. ഓക്കെ, ചൂടുവെള്ളം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇൻ കേസ് ചൂട് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അതിനുള്ള പ്രൊവിഷൻസ്, വെന്റിലേഷൻ സൗകര്യങ്ങൾ, അതേപോലെ തന്നെ എയർ കണ്ടീഷൻ തണുപ്പ് വേണ്ടിയെടുത്ത് അല്ലെ നമുക്കറിയാം എയർ കണ്ടീഷൻസും അവിടെ സൗകര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ എയർ കണ്ടീഷൻ ഉള്ള പ്രത്യേകമായിട്ട് മസ്റ്റായിട്ട് വേണ്ട വിഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലെ ഉണ്ടാവില്ലേ? എയർ കണ്ടീഷൻ മസ്റ്റായിട്ടും വേണ്ട വിഭാഗം ഏതായിരിക്കും? ഏതായിരിക്കും? ICU വേണം, യെസ്. ഓപ്പറേഷൻ തിയേറ്ററിൽ വേണം അല്ലെ. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ മസ്റ്റ് ആയിട്ട് എയർ കണ്ടീഷൻ വേണം അല്ലെ. അപ്പൊ അതിന് കൃത്യമായിട്ട് അതിലുള്ള ഒബ്സർവേഷൻസിലൊക്കെ അവിടെ തീർച്ചയായിട്ടും എയർ കണ്ടീഷൻ ഒക്കെ മസ്റ്റ് ആയിട്ട് വേണം അല്ലെ. ഓക്കെ, ഓക്കെ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എയർ കണ്ടീഷൻ വേണ്ടിടത്ത് എയർ കണ്ടീഷൻ പ്രൊവിഷൻസ് ഒക്കെ അവിടെ മസ്റ്റ് ആയിട്ടും അവൈലബിൾ ആകണം. ദെൻ വെന്റിലേഷൻ സൗകര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഹീറ്റിംഗ് അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം കേസ് പ്ലംബിങ്ങിൽ തന്നെയാണെങ്കിലും ചൂടുവെള്ളം വേണമെന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ അല്ലെ കുട്ടികളൊക്കെ നമുക്കറിയാം അവിടെ പ്രീമേച്ചർ ആയിട്ടുള്ള ബോർഡ്സിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സും മസ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് കൃത്യമായിട്ട് തന്നെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ HVACയുടെ ഫുൾ ഫോം നോട്ട് ചെയ്തോ? ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ടുപോകാനുള്ള ഭാഗമാണ്. then HVACയുടെ ഫുൾ ഫോം കാരണം ചോദിച്ചിട്ട് കാണാറുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. മെഷർമെന്റ് ഇറ്റ് ഓൾ അസസബിൾസ്. എല്ലാത്തിനെയും കുറിച്ചിട്ട് അല്ലെ ഇൻ കേസ് അവിടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ആവശ്യങ്ങൾ കൂട്ടിച്ചേർക്കാമോ അല്ലെ എന്തിനൊക്കെ പ്രൊവിഷൻസ് അതൊക്കെ എന്തൊക്കെ ഇന്റീരിയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊവിഷൻസ് ഒക്കെ വേണോ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ അവൈലബിൾ ആകണം. മതിയായ രീതിയിലുള്ള ഡോർ സൗകര്യങ്ങൾ റൂംസിനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. റൂമൊക്കെ എടുക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഡോർ സജ്ജീകരണങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ അവര് സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഡോർ സൗകര്യങ്ങൾ എവിടെയൊക്കെ വേണ്ടതാണ് അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ഡോർ സൗകര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ വിൻഡോസ്, കേസ് വിൻഡോസ് നമുക്കറിയാം മതിയായ രീതിയിൽ കാറ്റ് പ്രവേശിക്കുന്ന പ്ലേസിലൊക്കെ തന്നെ അല്ലെ അതിനനുസരിച്ചിട്ടുള്ള സജ്ജീകരണം ചെയ്യുക. then അതേമാതിരി തന്നെ സ്കൈലൈറ്റ്, ഓക്കെ വെളിച്ചം അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇടുങ്ങിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല അല്ലെ. എപ്പോഴും ഒരു ഫ്രീ ആയിട്ട് അല്ലെ കുറച്ചും കൂടി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തില് മതിയായ രീതിയിൽ വായും വെളിച്ചവും അല്ലെ എല്ലാം ലഭ്യമാവുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് തീർച്ചയായിട്ടും അത് എവിടെ നിന്നൊക്കെ ഈ സൺലൈറ്റിനെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം പുതിയ പുതിയ മെത്തേഡുകളൊക്കെ ഉണ്ട് അല്ലെ. പുതിയ പുതിയ ആ ഒരു രീതികളൊക്കെ അത്തരത്തിലുള്ള ഡിസൈൻസ് ഒക്കെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെ ഡിസൈൻ ചെയ്യാം. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കറിയാം മതിയായ രീതിയിൽ സ്കൈലൈറ്റ് ഒക്കെ
ഉള്ളിലേക്ക് അല്ലെ നമുക്ക് ലഭ്യമാകാം, ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തക്ക വിധത്തിലൊക്കെയുള്ള അറേഞ്ച്മെന്റ്സ് കിട്ടും. ദെൻ നമുക്കറിയാം ഓപ്പണിങ്സ് എവിടെയും തുറന്ന പ്ലേസുകളൊക്കെ വേണം അല്ലെ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറാനായിട്ട്. നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ പല പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അതുകൊണ്ടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചിട്ടൊക്കെ. സോ എവിടെ നിന്നും പാസ് ചെയ്യാനും തിരിച്ച് റിട്ടേൺ അല്ലെ അവിടെ കയറാനൊക്കെ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പേഷ്യൻസിനും സാധിക്കുകയുള്ളൂ. സോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുക. സ്റ്റേയേഴ്സ് ഒക്കെ ആണെങ്കിലും നമുക്കറിയാം എല്ലാവർക്കും അല്ലേ ഒരു കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ സ്റ്റേയേഴ്സ് ഒക്കെ അവിടെ നിർമ്മിക്കാം. തീർച്ചയായിട്ടും നമുക്കറിയാം സ്റ്റെയറുകളൊക്കെ ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലുകളുണ്ട്, അതേപോലെ തന്നെ സ്റ്റെയറുകളുണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും അതിനൊക്കെ അനുയോജ്യമായ രീതിയിലുള്ള പ്രൊവിഷനൊക്കെ ബിൽഡിംഗ് അത് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാന്ന്. ഡിജിറ്റലൈസ് ചെയ്ത് അല്ലെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ കൈകാര്യം ചെയ്യും. ഓക്കെ അല്ലേ? അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളൂ അല്ലെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് സർവീസുകൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സ്റ്റാഫുകൾക്കും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിക്കും തിരക്കും അനുഭവപ്പെടാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ടതുണ്ട്. അപ്പൊ കുറച്ച് ഗാഠമായിട്ട് അല്ലെ നല്ല രീതിയിൽ തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് ഒക്കെ ഭാഗം. ഫോർ എക്സ്റ്റീരിയർ ഫ്ലോർ പ്ലാൻസ് ഇൻക്ലൂഡ്. ഇനി പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ നമ്മൾ പറഞ്ഞു ഒരു നല്ല ബെസ്റ്റ് ഇംപ്രഷൻ കിട്ടാനായിട്ട് മിക്കവാറും ഹോസ്പിറ്റലിൽ അതിനും ഒരു പ്രിഫറൻസ് കൊടുക്കും, ഒരു മുൻഗണന. ഇൻ കേസ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ലെ വരുമ്പോൾ തന്നെ നല്ലൊരു ബെസ്റ്റ് ഇംപ്രഷൻ ഒക്കെ കിട്ടാനായിട്ട് അവര് പല കാര്യങ്ങളും അതിലും ഉൾപ്പെടുത്തും അല്ലെ. ഒരു എക്സ്റ്റീരിയർ ആയിട്ടുള്ള കുറച്ച് മിക്കവാറും ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നല്ല രീതിയിൽ ഒരു വെളിച്ചമുള്ള ഒരു തുറസായ ഒരു പ്ലേസ് ഒക്കെ അവിടെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതനുസരിച്ചുള്ള പാറ്റിയോസ്, ബാൽക്കണീസ്, അറ്റാച്ച്ഡ് സ്ട്രക്ചേഴ്സ് നമുക്കറിയാം. തീർച്ചയായിട്ടും നടുമുറ്റവും അല്ലെ കേസ് ബാൽക്കണികളിലൊക്കെ നിന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് ചുറ്റോടിക്കാൻ അല്ലെ കണ്ണോടിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള രീതിയിൽ തന്നെയായിരിക്കും ബിൽഡിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ വീണ്ടും നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരൊറ്റ ടൈമില് നമ്മൾ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിലും അതിൽ ഇൻക്ലൂഡ് ചെയ്തെന്ന് വരില്ല. പിന്നീടായിരിക്കും നമ്മൾ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൂട്ടിച്ചേർക്കുന്നത് അല്ലെ. ഒരു ന്യൂ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും പെട്ടെന്നായിരിക്കില്ല, പതിയെ ആയിരിക്കും അത് ഡെവലപ്പ് ചെയ്ത് ഓരോന്നും കൂട്ടിച്ചേർക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇങ്ങനെ കൂടുതലായിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ അതിനെയും കൂടി കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. അപ്പൊ അറ്റാച്ച്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ അറ്റാച്ച്ഡ് സ്ട്രക്ചേഴ്സ് കേസ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചുള്ള പ്രൊവിഷൻസും അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ ഇൻ കേസ് എന്തെങ്കിലും ഡെവലപ്മെന്റ് വരാണെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാൻ സാധിക്കുമെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനുള്ള പ്രൊവിഷൻസ് കൂടി അത് തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ടതാണ്. Then it's also important to provide fire evacuation maps available as engraved on durable plastic material to stand environments. അതായത് പരിസ്ഥിതിക്ക് വലിയ ദോഷമൊന്നും സംഭവിക്കാത്ത തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മാപ്പ് സൗകര്യങ്ങളൊക്കെ കൊടുക്കുക. ഇൻ കേസ് അല്ലെ ഒരു തീപിടുത്തൊക്കെ ഉണ്ടാവാൻ സാധ്യത അല്ലെ നമുക്കറിയാം, അതൊന്നും ഉണ്ടാവണമെന്നില്ല എങ്കിൽ കൂടി മുൻകരുതലുകൾ എടുക്കണം അല്ലെ. തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു മാപ്പ് സൗകര്യങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക അല്ലെ. പെട്ടെന്ന് തന്നെ ഈ വലിയ ഒരു ഹോസ്പിറ്റലിന്റെ സമുച്ചയത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് എല്ലാവർക്കും പുറത്തു കിടക്കാൻ പറ്റും ഓക്കെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു മാപ്പുകളൊക്കെ കൃത്യമായിട്ട് സ്ഥാപിക്കുക. ഇപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മൾ കയറുമ്പോൾ അല്ലെ പലപ്പോഴും പലതരത്തിലുള്ള ബോർഡുകൾ കാണാം ഓക്കെ. പ്രത്യേകമായിട്ട് നമുക്കറിയാം ഡോക്ടേഴ്സിനെ അവിടെയുള്ള സൗകര്യങ്ങൾ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാപ്പുകൾ കേസ് എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ കേസ് ഫയറും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് ഒഴിവായി പോകാൻ പറ്റും അല്ലെ അതിനനുസരിച്ചുള്ള മാപ്പ് സൗകര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ഇത്തരത്തില് കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയായിരിക്കണം ബിൽഡിങ്ങുകൾ നിർമ്മിക്കാനായിട്ട്. ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം.
അതായത് സെക്കൻഡ് പോയിന്റ് നമ്മൾ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം തന്നെ മനസ്സിലാക്കിയത്. എന്താണ് ഡിജിറ്റലൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ്, ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. ഓക്കെ, അപ്പൊ അതുമായി നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ തന്നെ ബിൽഡിംഗ് വൺ ടൈമിലാണ് നിർമ്മിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ആസൂത്രണം ചെയ്തിട്ട് തന്നെ നിർമ്മിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെക്കൻഡ് വൺ, സ്റ്റാൻഡർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമൻക്ലേച്ചർ. എന്താണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്? നാമകരണം അല്ലെ, ഓരോന്നിനും പേരുകൾ അല്ലെ, ആ നാമകരണം. സ്റ്റാൻഡർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമൻക്ലേച്ചർ. ലൊക്കേഷനൊക്കെ നാമകരണം കൊടുക്കുക, എക്യുപ്മെന്റ്സിനൊക്കെ നല്ല രീതിയിലുള്ള അല്ലെ ഒരു നെയിമിങ്ങും ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നാമകരണം. ഇപ്പൊ ഈ കേസ് വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എ ബ്ലോക്ക് അല്ലെ ബി ബ്ലോക്ക് അല്ലെങ്കിൽ എന്താ പറയാ ഓരോരോ പ്രത്യേകമായിട്ടുള്ള വിവാഹത്തിന്റെ കേസ് എൻവയോൺമെന്റിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പൂക്കളുടെ പേരുകളോ അല്ലെ എന്തെങ്കിലും ചെടികളുടെ പേരുകളൊക്കെ ആയിരിക്കും. അതേസമയം വേറെ സമുദായത്തിന്റെ ഒക്കെ ആണെങ്കിൽ അല്ലെ നമുക്കറിയാം പല ഹോസ്പിറ്റലിന് അവരുടെ അല്ലെ പ്രത്യേകമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ഓരോ ബ്ലോക്കുകൾ പറയും അല്ലെ, മദർപിതാസ ബ്ലോക്ക്, അൽഫോൻസ ബ്ലോക്ക് പറഞ്ഞ് സെപ്പറേറ്റ് ബ്ലോക്കുകളൊക്കെ തീരും. ഓക്കെ, അപ്പൊ അത് എന്താ പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അല്ലെ. ആ നാമകരണം കൊടുക്കുമ്പോൾ ഇന്ന ബ്ലോക്കിലാണ് അല്ലെ, ഇന്ന ബ്ലോക്കില് ഇന്ന ഫ്ലോറില് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മെയിൻ്റെനൻസ് ടീമിന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. ഓക്കെ, നമുക്ക് താഴേക്ക് നോക്കാം. മാനേജിങ് അസറ്റ് പെർഫോമൻസ് ഡാറ്റ അക്രോസ് മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റി മാനേജ്മെന്റ് get complicated with the inconsistent naming convention of your mother concern, HVAC units and more. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ്റെനൻസ് ടീമിനാണ് കൂടുതൽ ഇങ്ങനെ അല്ലെ പ്രശ്നം സംഭവിക്കുന്നത്. കാരണം നമുക്കറിയാം ഹോസ്പിറ്റലിന് ഒരുപാട് ഫെസിലിറ്റീസുകൾ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ അവിടെ അവൈലബിൾ ആക്കണം. അപ്പൊ ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ഡാമേജുകളോ എക്യുപ്മെന്റ്സിന്റെ തകരാറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലംബിംഗ് വർക്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെ വെന്റിലേഷൻ AC അല്ലെ നമ്മൾ കണ്ട എല്ലാ തരത്തിലുള്ള സംഭവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് അല്ലെ വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സോ അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിന് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം നോമൻക്ലേച്ചർ അല്ലെ നാമകരണം നടത്തുക എന്നുള്ളതാണ്. So managing asset performance data across multiple hospital facility management is complicated അല്ലെ. കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. വിത്ത് ഇൻകൺസിസ്റ്റന്റ് നെയിമിങ് കൺവെൻഷൻസ് ഓഫ് യുവർ വാട്ടർ കോൺസെപ്റ്റ്. എന്താണ് ഇൻകൺസിസ്റ്റന്റ് നെയിമിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, ഡൗട്ട് അടിക്കുന്ന രീതിയിൽ ചിലപ്പോ എന്തെങ്കിലും രീതിയിൽ നമ്മൾ നാമകരണം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് പ്രശ്നമാണ് അല്ലെ. വരുന്ന ടെക്നീഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ ഇത് എന്താണ് ശരിയായ പേര് എന്നുള്ളത് കൃത്യമായിട്ട് ഗ്രഹിക്കാൻ പറ്റാതെ. ഇൻ കേസ് ഒരു പ്ലംബിംഗ് വർക്കിലാണെങ്കിൽ ഇപ്പൊ പമ്പ് 1 എന്നായിരിക്കും, ചിലപ്പോൾ വേണമെങ്കിൽ മോട്ടോർ പമ്പ് 1 എന്നൊക്കെ പറഞ്ഞു പോയി. ഓക്കെ, അപ്പൊ പമ്പ് 1 എന്നുള്ളത് ഒരിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മോട്ടോർ പമ്പ് 1 എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ആയി. വേറാവുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എപ്പോഴും ഒരേപോലെ തന്നെ കൊടുക്കണം. ഓക്കെ, പമ്പ് 1, പമ്പ് സെറ്റ് 2, പമ്പ് സെറ്റ് 3 അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം ഓരോരുത്തർ പമ്പ് 1 കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മോട്ടോർ പമ്പ് എന്ന് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്ത് പമ്പ് 2 എന്ന് കൊടുത്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് പമ്പ് 2 മോട്ടോർ പമ്പ് 2 തമ്മിൽ വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ പേരുകളൊക്കെ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ മാത്രമേ തന്നെ നെയിമിങ് എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കോംപ്ലിക്കേഷൻ വരാതെ അവിടെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ പേരുകളൊക്കെ കൊടുക്കാം. Then and more this make it harder to locate these assets with your floor plans and viewed and update the asset histories within your CMMS. ഓക്കെ, അപ്പൊ ഇതിനെ കൂടുതലായിട്ട് നമുക്ക് മറ്റൊരു രീതി കൂടി കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസിന്റെ സഹായത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് കമ്പ്യൂട്ടറിൽ നമ്മൾ അപ്ഡേഷൻ വരുത്തി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നെയിമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന ബ്ലോക്കില് ഇന്ന പ്ലേസില് ഇന്ന റൂമില് ഇന്ന പൈപ്പിനോ അല്ലെ ഇന്ന ഫിറ്റിംഗ്സിനോ എന്തിനോ സംതിങ് റോങ് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ പോയി മെയിൻ്റെനൻസ് ടീമില് അതിന്റെ പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പറയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് അല്ലെ അവിടെ തരത്തിലുള്ള നോമൻക്ലേച്ചർ ഒരു നാമകരണ പ്രക്രിയ നടപ്പാക്കി പോകണം. HVAC unit and more. This make it harder to locate these assets
within your floor plans and view and update the asset histories with your CMMS. Okay. അപ്പൊ മനസ്സിലാക്കി പോവുക. നമുക്കറിയാം കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എല്ലായിടത്തും ഒരേപോലെയുള്ള ഒരു പേര് തന്നെയായിരിക്കണം സജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? വീണ്ടും നമുക്ക് നോക്കാം. If you need rooms renumbered after the renovation or construction projects, you should implement room naming conventions that can. Okay, in case റൂമുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി, ഓക്കെ, നമ്മള് കുറച്ചും കൂടി റിപ്പയറും കാര്യങ്ങളും അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ടാണെങ്കിൽ വീണ്ടും നമുക്കറിയാം ഒരുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പോകാം. ഓക്കെ, നമുക്കറിയാം അപ്പൊ ഇന്ന സമയത്ത് ഇന്ന ടൈമില് അതിന് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതാണെന്ന് പിന്നീട് പറ്റുന്നവർക്കും അത് കൃത്യമായിട്ട് ഗ്രഹിക്കത്തക്ക വിധത്തിൽ ആ ഒരു നോമൻക്ലേച്ചറിൽ നാമകരണം നടത്തുക. അല്ലെ, ഇപ്പൊ ഫസ്റ്റ് ടൈമില് ഇത് അല്ലെ ഒന്നും കൂടി റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ തന്നെ ആ പുതിയ അല്ലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർക്കാനായിട്ട് ഇൻ കേസ് CMMS വഴി നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുമ്പോൾ എല്ലാം നെയിമിനനുസരിച്ചിട്ട് തന്നെ അവിടെ ഒരേപോലെ തന്നെ ഉള്ള നെയിം യൂസേജ് തന്നെ കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും റീഅറേഞ്ച്മെന്റോ അല്ലെ റിപ്പയർമെന്റോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ റീനെയിം നമ്മൾ അവിടെ ഉൾപ്പെടുത്തി പോകുക. ഇനി വീണ്ടും അതുമായി ബന്ധപ്പെട്ട കുറച്ച് സജഷൻസ് പറയുന്നുണ്ട്. സ്കെയില് ഫ്രം സിംഗിൾ ഫ്ലോർ ടു ആൻ എൻറ്റയർ ബിൽഡിംഗ്. നെയിം കൊടുക്കുമ്പോൾ പല സജഷൻസിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സിംഗിൾ ഫ്ലോർ ടു ആൻ എൻറ്റയർ ബിൽഡിംഗ്. ഓക്കെ, നമുക്കറിയാം ഗ്രൗണ്ട് ഫ്ലോർ തുടങ്ങിയ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ അങ്ങനെയൊക്കെയാണ് അല്ലെ. വലിയ വലിയ മൾട്ടി ഇൻസ്റ്റോൾഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പല നിലകളിലായിരിക്കും ഓരോ റൂമുകളും കാര്യങ്ങളൊക്കെ സജ്ജീകരണം ചെയ്യുന്നത്. സോ നമ്മൾ എന്താണ് അവിടെ നാമകരണം ചെയ്തു പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഗ്രൗണ്ട് 01, ഗ്രൗണ്ട് 02 അല്ലെ. ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ അങ്ങനെയായിരിക്കും ഓരോ റൂമിനൊക്കെ നെയിം കൊടുക്കുക അല്ലേ. അങ്ങനെ കാണാറില്ലേ? ഉണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? ഇനി ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ എന്താണ് ഫസ്റ്റ് അല്ലെ, ഫസ്റ്റ് 101. കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ 01 കഴിഞ്ഞു അല്ലെ. ഫസ്റ്റ് ഫ്ലോർ ആവുമ്പോഴേക്ക് നമ്മൾ എന്താണ് ഫസ്റ്റ് അല്ലെ F101 അങ്ങനെയായിരിക്കും ഓരോ റൂമിനൊക്കെ നെയിം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? എളുപ്പത്തിൽ കിട്ടിക്കാൻ വേണ്ടി അല്ലെ, എല്ലാവർക്കും അത് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്കെയിൽ ഫ്രം സിംഗിൾ ഫ്ലോർ ടു ആൻ എൻറ്റയർ ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ തുടങ്ങി മുഴുവൻ ബിൽഡിങ്ങിന്റെ എല്ലാ റൂമുകൾക്കൊക്കെ ഒരേപോലെ തന്നെ ഒരു അല്ലെ ഒരു സെക്കൻഡിലായിട്ടുള്ള ഒരു ക്രമീകരണത്തോട് കൂടിയിട്ടുള്ള നെയിം തന്നെ കൊടുക്കുക അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യുക. വീണ്ടും പറയുന്നു വിത്ത് ആക്യുറേറ്റ് മെഷർമെന്റ്സ് വിത്ത് പ്രാക്ടിക്കൽ ആൻഡ് സെക്കൻഡൽ നമ്പർ സ്കീം. ഓക്കെ, നമ്മളിപ്പോ നമ്പർ ഫ്ലോറുകൾക്ക് നമ്പർ കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അത് ഏത് രീതിയിലായിരിക്കും സെക്കൻഡൽ നമ്പർ സ്കീംസ്, അതായത് നമ്മൾ ക്രമാനുസൃതമായിട്ട് തന്നെ അല്ലെ. ഗ്രൗണ്ട് 01, ഗ്രൗണ്ട് 02 അങ്ങനെയുള്ള രീതി അത് മൊത്തത്തിൽ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ഫസ്റ്റ് ഫ്ലോറിലാവുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്താണ് F അല്ലെ F101 ആ രീതിയിലേക്ക് പോകാം. സെക്കൻഡ് ഫ്ലോർ ആണെങ്കിലോ സെക്കൻഡ് 01 അങ്ങനെ രീതിയിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എൻറ്റയർ ബിൽഡിങ്ങിനെ മൊത്തം നമ്മൾ നമ്പർ സിസ്റ്റം ഫോളോ ചെയ്യാന്ന് പറഞ്ഞു. അത് ഏത് രീതിയിൽ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് ഒരു സീക്വന്റിലായിട്ട് അല്ലെ ക്രമാനുസൃതമായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. എന്താണോ അത് നമുക്കറിയാം ആക്യുറസിയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇൻ കേസ് നിങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഈ ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും എന്നൊക്കെ ഉള്ള ഒരേ രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് അല്ലെ നമ്മൾ ക്വിക്കായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, നമുക്കൊരു നല്ല രീതിയിലൊരു നാമകരണ പ്രക്രിയ അല്ലെങ്കിൽ നല്ല സ്വീകരിച്ച അല്ലെ ക്രമാനുസൃതമായിട്ടുള്ള ഒരു നാമകരണ പ്രക്രിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് അല്ലെ. അത് മാത്രമല്ല CMS വഴി കമ്പ്യൂട്ടറൈസ്ഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം വഴി എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാനും എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുവാനൊക്കെ സാധിക്കും. ഇപ്പൊ തീർച്ചയായിട്ടും ആ പല രീതികൾ ഓർത്ത് വെക്കുക.
ഇതില് നമ്മള് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് തീർച്ചയായിട്ടും അല്ലെ നോമൻക്ലേച്ചർ എന്നുള്ളതിന്റെ മീനിങ് കൊണ്ട് ഓർത്ത് വെച്ചേക്കുക. CMMS വഴി അപ്ഡേഷൻ വരുത്തുമെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. തന്നെ അത് ഏത് രീതിയിലാണ് നമ്പർ സിസ്റ്റം ക്രമീകരിക്കേണ്ടത്, സ്കെയിൽ ഫ്രം സിംഗിൾ ഫ്ലോർ ടു ആൻ എൻറ്റയർ ബിൽഡിംഗ്, അതൊരു അക്യുറേറ്റ് മെഷർമെന്റ് വിത്ത് പ്രാക്ടിക്കൽ ആൻഡ് സ്വീക്കൻഡൽ നമ്പർ സിസ്റ്റം സ്കീം അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെ, നമുക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമാനുസൃതമായിട്ടുള്ള രീതി തന്നെ ഫോളോ ചെയ്യാനും ശ്രമിക്കണം. നമുക്ക് നോക്കാം. If you are managing multiple hospital buildings within a maintenance program, standardized items such as work order type, asset categories, naming conventions, and vendor information are two main benefits. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ, ഇപ്പൊ ഇൻ കേസ് ബിൽഡിംഗ് കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് പോലെ തന്നെ എന്തെങ്കിലും അല്ലെ പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാത്തിനും ഒരു നാമകരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് ഏത് തരത്തിലുള്ള അസറ്റ് ആണ്, ഇതിന്റെ അസറ്റ് ടൈപ്പ് എന്താണ്, അല്ലെ ഇൻ കേസ് ഇത് ഏത് ടൈമിലാണ് ഇത് നമുക്ക് ലഭ്യമായത്, കൃത്യമായിട്ടുള്ള എല്ലാ എവിഡൻസും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. We will experience more accurate and efficient reporting capabilities of our department. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് അവിടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അല്ലെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ തന്നെ നമുക്ക് ചോദിക്കുന്ന രീതിയിൽ തന്നെ അവിടെ എത്തിക്കാനായിട്ട് സാധിക്കും. ആക്യുറസിയോട് കൂടിയിട്ട് അല്ലെ, ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ആക്യുറസിയോട് കൂടിയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട്സുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇന്ന റൂമില് ഇന്ന അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും പ്ലംബിംഗ് പ്രശ്നം വന്നേക്കാണ്, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറയും അല്ലെ, ഗ്രൗണ്ട് ഫ്ലോറില് ഇന്ന ഇത്ര റൂമില് ഇന്ന പൈപ്പിന് അല്ലെ ഇന്ന പ്രശ്നമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്യുറസിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. Then വീണ്ടും you can leverage insight from your benchmark by analyzing each asset performance, replacement failure, and other critical maintenance key performance indicators. Okay, അപ്പോ ഈ KPIS അതിന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഇത് മാത്രമല്ല, നമ്മളിപ്പോ ഈ അസറ്റുകളോടൊപ്പം തന്നെ ഈ KPI അല്ലെ അവിടെ, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു രീതി, ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്താണ് അസറ്റ്സ് പെർഫോമൻസ്, അസറ്റ്സ് എത്ര നാൾ ഉപയോഗിച്ചു അല്ലെ, പിന്നെ റീപ്ലേസ്മെന്റ് അസറ്റിന് നമ്മൾ റീപ്ലേസ് ഇപ്പൊ ഒരു നമുക്കറിയാം ഇപ്പൊ പ്ലംബിംഗ് ഐറ്റം ആണെങ്കിലും ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഭയങ്കര വിലയൊക്കെയാണ് അല്ലെ. അപ്പൊ ഈ ഐറ്റം അല്ലെ, ഇപ്പൊ ഒരു ഫാൻ ആയിക്കോട്ടെ AC ആയിക്കോട്ടെ എന്താണെങ്കിലും അതുമേ ഇത്തരത്തിലുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ അതിൽ കൃത്യമായിട്ട് പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇത് എത്രത്തോളം നാള് ഇത് മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ, അസറ്റ് പെർഫോമൻസ്. അതേമാതിരി തന്നെ റീപ്ലേസ്മെന്റ്, എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ റീപ്ലേസ്മെന്റ് വരുത്തിയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഫെയിലിയർ എത്ര പ്രാവശ്യം ഇതില് ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അതിൽ നിന്ന് കൃത്യമായിട്ട് കമ്പ്യൂട്ടറൈസിന്റെ സഹായത്തോട് കൂടിയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തില് നമുക്ക് ഏത് ഫ്ലോറിലാണോ എവിടെയാണോ മെയിൻ്റനൻസ് വർക്ക് എന്ന് ക്രമീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു നോമൻക്ലേച്ചർ അല്ലെ നല്ലൊരു നാമകരണ പ്രക്രിയ നടപ്പാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലെ, എന്തെങ്കിലും പ്ലംബിംഗ് ഐറ്റം ആയിക്കോട്ടെ ഇലക്ട്രിക്കൽ ഐറ്റം ആയിക്കോട്ടെ, ഓക്കെ മെയിൻ്റനൻസിന്റെ ടീമിന് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഐറ്റംസിനൊക്കെ നമ്മൾ നാമകരണങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും കൂടി അതിൽ ഉൾപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അസറ്റ്സിന്റെ പെർഫോമൻസും റീപ്ലേസ്മെന്റ് ഫെയിലിയേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ചിലപ്പോൾ ചില എന്താണ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്തെങ്കിലും മോട്ടറോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് വെറുതെ വെച്ച് ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും വീണ്ടും എന്തെങ്കിലും തകരാറ് സംഭവിക്കും. അപ്പൊ വീണ്ടും റിപ്പയർ ചെയ്യും, വീണ്ടും അത് ഉപയോഗിക്കും അല്ലെ, അങ്ങനെ പല പ്രാവശ്യം ചിലപ്പോൾ റിപ്പയർ ചെയ്യുന്ന വസ്തുക്കളായിരിക്കും. നമുക്കറിയാം ചില കമ്പനികളൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെ, ചിലതൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുറെ നാളൊക്കെ നീണ്ട നാളത്തേക്ക് റിപ്പയർമെന്റ് വരില്ല. സോ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കൂടുതലായിട്ട് വാങ്ങിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നത് അല്ലെ, ശരിയല്ലേ? എപ്പോഴും റിപ്പയർ ഒക്കെ ചെയ്യേണ്ടി വരുന്ന വസ്തുക്കൾ മേടിക്കാൻ തയ്യാറാവും ഇല്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിൽ അല്ലെ നമുക്കറിയാം റിക്വയർമെന്റ് ഒന്നും ഇല്ലാത്ത വസ്തുക്കൾ മേടിക്കാനായിരിക്കും എപ്പോഴും തയ്യാറാവുന്നത്.
സോ അത് ഒരുപാട് നീണ്ടത് ഇൻ കേസ് നമ്മൾ തന്നെ ഒരു കാറോ എന്തെങ്കിലും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം എത്ര നാൾ ഉപയോഗിച്ചു, എത്ര പ്രാവശ്യം റിക്വയർമെന്റ് വന്നു അല്ലെ. ഇതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞ മാതിരി തന്നെ ഹോസ്പിറ്റലിലും നമുക്കറിയാം ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ അല്ലെ തീർച്ചയായിട്ടും വില കൂടിയ സാധനങ്ങളൊക്കെ ആവുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ നിന്നും കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഡീറ്റെയിൽസിന്റെ ഇവാലുവേഷൻ നടത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Okay, but in the long run, you can use this change to your data to make a more informed decision and ultimately a positive return on investment. Okay, ROI എന്ന് പറയുന്നത് അറിയാവുന്നതാണോ? പഠിച്ചു പോയേക്കുന്നതാണ് അല്ലേ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പഠിച്ചു പോയതല്ലേ? അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാൾ കൂടുതൽ റിട്ടേൺ അല്ലെ ആഗ്രഹിക്കണം. നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. പേയ്മെന്റ് മുടക്കാൻ തയ്യാറാവുന്നത് നമ്മൾ കൊടുക്കുന്ന മുതലിനേക്കാൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുമോ അല്ലെ. അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ മാതിരി ഇൻഡിക്കേറ്റേഴ്സിന്റെ വാല്യുവേഷൻസ് നോക്കിയിട്ടാണ് അല്ലെ. തീരുമാനങ്ങൾ എപ്പോഴും എടുക്കുന്നത് നമ്മൾ ഒരു മോട്ടോർ മേടിക്കാനാണെങ്കിലും വില കൂടിയ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ മുടക്കുന്ന മുതലിനേക്കാൾ കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെ. ഇൻ കേസ് എപ്പോഴെപ്പോഴും റിക്വയർമെന്റ് വരുന്നതാണോ. സോ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം. അതായത് എന്താണ് ചേഞ്ചസ് എന്തൊക്കെ ഇൻഫോർമേഷന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത്. KPI ആ ഒരു ഇൻഫോർമേഷൻ ബേസിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് ഈ പെർഫോമൻസ് ഇൻഡിക്കേഷൻസ് നമുക്ക് തരുന്നത്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് തരുന്നത്? അസറ്റിന്റെ പെർഫോമൻസും റീപ്ലേസ്മെന്റും ഫെയിലിയേഴ്സും എല്ലാം അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെയാണ് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് തന്നെയാണ് പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. നമുക്കറിയാം ഈ വസ്തുക്കൾ നമുക്ക് മേടിക്കണോ വേണ്ടയോ അല്ലെ, അതിൽ നിന്ന് എന്തൊക്കെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. ഓക്കെ അപ്പൊ ചെറിയ ചെറിയ അബ്രിവേഷൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ടുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് KPI ഒക്കെയാണോ ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എടുത്ത് നോക്കുമ്പോൾ കിട്ടാതിരിക്കരുത്. എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിലൊക്കെ വായിച്ചു നോക്കാം. ഇതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. സെക്കൻഡ് സ്റ്റാൻഡർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമൻക്ലേച്ചർ. ഓക്കെ ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തപ്പോ വെക്കേണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ?
നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ബാർകോഡ് എക്യുപ്മെന്റ് ആൻഡ് അസറ്റ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബിൽഡിങ്ങിന്റെ ഒരു നമ്പർ സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഇത്തരത്തിലുള്ള പ്ലംബിംഗ് സാധനങ്ങൾക്കൊക്കെ നല്ലൊരു ബെറ്റർ യൂട്ടിലൈസേഷൻ കിട്ടുകയാണെങ്കിൽ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ, വില കൂടിയ എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. എപ്പോഴെപ്പോഴും കേടുവരാൻ സാധ്യതയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട്. എപ്പോഴും റിക്വയർമെന്റ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് അറിയാം ഈ പറഞ്ഞ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അല്ലെ. നോക്കാം, often large hospital system lack a complete or accurate inventory of assets. ഓക്കെ, വലിയ ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ മാതിരി ഒരു അക്യുറേറ്റ് ആയിട്ടാണ്, അതായത് നല്ല കൃത്യതയോട് കൂടിയിട്ടുള്ള ഇൻവെന്ററി അല്ലെ, നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതിന്റെ അപര്യാപ്തത ചിലപ്പോഴൊക്കെ കാണാൻ സാധ്യമാണ്. കാരണം നമുക്കറിയാം വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഒരുപാട് എക്യുപ്മെന്റ്സുകളുടെ യൂസേജ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെയൊക്കെ ഇൻവെന്ററി നല്ല സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് പോയാലാണ് അധികം എക്യുപ്മെന്റ്സുകൾ വേസ്റ്റ് ആവാതെ അല്ലെങ്കിൽ നല്ല ബെറ്റർ യൂട്ടിലൈസേഷനോട് കൂടിയിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. When it's time for a compliance surrounding an incorrectly labeled asset or incorrect inventory can mean hundreds of thousands of dollars. അതായത് അവിടെ മീൻ ചെയ്ത് വരുന്നതല്ല, അതായത് എപ്പോഴും ഒരുപാട് കംപ്ലൈൻസുകൾ അല്ലെ വരുന്നത്, അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇൻകറക്റ്റ്ലി ലേബിൾഡ് ആയിട്ടുള്ള അസറ്റ് ഒക്കെ ആണെങ്കിൽ എപ്പോഴാണ് റിക്വയർമെന്റ് ചെയ്യേണ്ടി വരുന്നത് മുൻകൂട്ടി കണ്ടെത്താനും പറ്റുന്നില്ല, അല്ലെങ്കിൽ റിക്വയർമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുമാതിരി തന്നെ ഇൻകറക്റ്റ് ആയിട്ട് ഉള്ള ഇൻവെന്ററി അല്ലെ, ആ ഒരു സ്റ്റോക്ക് സിസ്റ്റം ഒക്കെയാണ് ഫോളോ ചെയ്തൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് നഷ്ടങ്ങൾ ആ ഹോസ്പിറ്റലിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിലുള്ള ക്രമീകരണത്തോട് കൂടിയിട്ട് നല്ല ഒരു സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. യാതൊരു തരത്തിലുള്ള നിശ്ചയങ്ങൾ ഈ പറഞ്ഞ മാതിരി എപ്പോഴെപ്പോഴും റിക്വയർമെന്റ് കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ദെൻ അങ്ങനെ മോസ്റ്റ് ഒരുപാട് നീണ്ട നാളത്തേക്ക് അത് നല്ല ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് മതിയായ രീതിയിലുള്ള ഒരു ഇൻവെന്ററി സിസ്റ്റം അവിടെ ഫോളോ ചെയ്ത് പോകേണ്ടതാണ്. If your assets are if your assets are tagged, if your assets are not tagged with the unique identification codes, this increases the likelihood of not locating an asset in person or on a virtual floor plans. Okay, നമ്മൾ നോക്കാം, ഈ അസറ്റ്സുകൾ ഒന്നും പേരുകൾ അല്ലെ നല്ല കൃത്യമായിട്ടുള്ള ഒരു ടാഗ് ഒന്നും ചെയ്യുന്നില്ല എങ്കിലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷനും കാര്യങ്ങളും എവിടെയാണ് ഈ അസറ്റ് ഇരിക്കുന്നത് അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ഓരോ എക്യുപ്മെന്റിനും ഒരു ഐഡന്റിറ്റി അല്ലെ, ഒരു ഐഡന്റിഫിക്കേഷൻ എന്താണ് ഇത് ഏത് എക്യുപ്മെന്റ് ആണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ലേബൽ ഉണ്ടായിരുന്നു. ഒരു ECG മെഷീൻ ആയിക്കോട്ടെ എന്താണെങ്കിലും അല്ലെ, ഏത് തരത്തിലുള്ള മെഷീൻ ആണെങ്കിലും ECG1 അല്ലെ, ഇൻ കേസ് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടി ഒരു അബ്രിവേഷൻ കൊടുത്തുകൊണ്ട് അവിടെ അതിനൊരു നെയിം നാമകരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, അപ്പൊ യൂണിക് ആയിട്ട് അത് എല്ലായിടത്തും ഒരേപോലെ തന്നെയുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിക് അല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാം എററുകൾ സംഭവിക്കും അല്ലെ, മിസ്റ്റേക്കുകൾ സംഭവിക്കും. എല്ലായിടത്തും ഒരുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ കോഡായിരിക്കണം ഈ എക്യുപ്മെന്റ്സിനൊക്കെ കൊടുക്കേണ്ടത്. ദിസ് ഇൻക്രീസ് ഇൻ ലൈക്ലിഹുഡ് ഓഫ് നോട്ട് ലൊക്കേറ്റിംഗ് ഇൻ അസറ്റ്. യുണിക് അല്ലാത്ത ഒരു ഐഡന്റിഫിക്കേഷൻ കോഡാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിന്റെ ലൊക്കേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് പറ്റാതെ വരും. കേസ് ഏത് ഫ്ലോറിലാണോ അല്ലെ, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആണോ എക്യുപ്മെന്റ്, എവിടെയോ ഒരു എക്യുപ്മെന്റ് കംപ്ലൈന്റ് അല്ലെങ്കിൽ അത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് ബ്ലോക്കിലാണെന്നൊന്നും അറിയാൻ പറ്റാതെ വരും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഏത് എക്യുപ്മെന്റ് ചിലപ്പോൾ ECG മെഷീനാണ് കംപ്ലൈന്റ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഏത് ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോന്റെ ആണോ നെഫ്രോന്റെ ആണോ കാർഡിയോന്റെ ആണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്ന മെയിൻ്റെനൻസ് ടീമിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ മെഷീൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റും യൂസ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മെഷീൻസിന് ഒരുപോലെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് സിസ്റ്റം അവിടെ ചെയ്യേണ്ടതാണ്. അവിടെ ബ്രാക്കറ്റിൽ പറയുന്നത് പേഴ്സൺ ഓർ ഓൺ
റിച്ചർ ഫ്ലോർ പ്ലാൻസ് തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് പേഴ്സൺ ഏത് ഭാഗത്താണൊക്കെ അവിടെ തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനമാണ് ഉണ്ടായിരിക്കണം. ഇൻ ടേൺ യുവർ എക്യുപ്മെന്റ് ഈസ് നോട്ട് routinely checked on and your environment are at risk. നമുക്കറിയാം ഇങ്ങനെ ഒരു കോൾ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത, അത് റുട്ടീൻ ആയിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്ത് പോകും. മെയിൻ്റെനൻസ് ടീമിനെ നമുക്കറിയാം ചിലപ്പോ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ഈ മാസം ഉള്ള ബ്ലോക്കിലൊക്കെ ഇന്ന മെഷീൻസ് ഒക്കെ അവിടെ കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ഒക്കെ നിർവഹിച്ചു പോകണം എന്നൊക്കെയുള്ള നിർദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ റുട്ടീൻ അനുസരിച്ചിട്ട് തന്നെ അവർ റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, കേടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ, അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തു പോകും. അതേസമയം ഇങ്ങനെയുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. എൻവയറമെന്റ് ഏരിയ ഓക്കെ ഏത് തരത്തിലുള്ള ഏത് പ്ലേസിലാണെന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻവയറമെന്റ്സ് ആർ അറ്റ് റിസ്ക് എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം അവർക്ക് റിസ്ക് ആയിട്ട് തീർച്ചയായിട്ടും യുവർ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് പ്രോഗ്രാം ക്യാൻ പ്ലേസ് അസറ്റ് ഐഡന്റിഫിക്കേഷൻ ടാഗ്സ് ഓൺ all equipment to help your team identify, track and control your assets in any environment. Okay, നമുക്കറിയാം നമ്മൾ പറഞ്ഞ മാത്രം ഐഡന്റിഫിക്കേഷൻ ടാഗ് ഉണ്ടെങ്കിലോ, ടാഗ് ഉണ്ടെങ്കിൽ എല്ലാ എക്യുപ്മെന്റും അവരുടെ ടീം ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ ടീം ഐഡന്റിഫൈ ചെയ്യും, തിരിച്ചറിയും. ഓക്കെ, ഇന്ന ബ്ലോക്കിലെ എക്യുപ്മെന്റ്സുകളൊക്കെ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇൻ കേസ് എവിടെന്നെങ്കിലും ഒരു മെസ്സേജ് വന്നാൽ തന്നെ അവർക്ക് അവരെ ട്രാക്ക് എടുക്കാം, അല്ലെ ഏത് വഴിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് പ്ലേസിലാണ് അവർക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ കൃത്യമായിട്ട് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ അവിടെ മെയിൻ ആയിട്ട് അതിന്റെ ആ ഒരു അഡ്വാൻറ്റേജസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ കേസ് ഐഡന്റിഫിക്കേഷൻ ടാഗ്സ് ഉണ്ടെങ്കിൽ എക്യുപ്മെന്റ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ട്രാക്ക് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അത് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ടാഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്യുപ്മെന്റ്സ് ഹെൽപ്പ് യുവർ ടീം ഐഡന്റിഫൈ, ട്രാക്ക്, കൺട്രോൾ യുവർ അസറ്റ്സ് ഇൻ എനി എൻവയറമെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അവർക്ക് കൃത്യമായിട്ട് അതനുസരിച്ചിട്ട് തന്നെ ആക്ഷൻ നടത്താനായിട്ട് സാധിക്കും. ഒരു പ്രശ്നമുണ്ട്, എനിവേ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകാം. വീണ്ടും FSI ഓഫേഴ്സ് വേരിയസ് ലാബലിംഗ് options to customers with the logos, asset information, facility information and barcodes. Okay, അതായത് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് നമുക്കറിയാം. ഇന്ന ഫ്ലോറുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻഡെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയായിരിക്കും ആ മെഷീന്റെയും കൂടി നാമകരണം അതിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഏത് ബ്ലോക്കിൽ ഏത് ഫ്ലോറിൽ അല്ലെ എന്നുള്ള രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ FSI എന്നുള്ള അബ്രിവേഷൻ ഒന്ന് നോട്ട് ചെയ്തേരെ, ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ചെറിയ ചെറിയ അബ്രിവേഷൻ ആയതുകൊണ്ട് ഏതെങ്കിലൊക്കെ ചോദിച്ചു പോവാം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. അപ്പൊ ആ തരത്തില് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കസ്റ്റമൈസ് വിത്ത് ലോഗോ, അസറ്റ് ഇൻഫോർമേഷൻ, ഫെസിലിറ്റി ഇൻഫോർമേഷൻ ആൻഡ് ബാർകോഡ്സ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഫ്ലോറിന്റെയും അതോടൊപ്പം തന്നെ ഏത് എക്യുപ്മെന്റ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ലോഗോവും അല്ലെ ഏത് അസറ്റ് ആണെങ്കിലും അസറ്റിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ഇൻ കേസ് ഒരു ബാർകോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാർകോഡ് സ്കാൻ ചെയ്താൽ തന്നെ നമുക്കറിയാം ഏത് കാര്യങ്ങളുള്ള മെഷീനാണ്, എത്ര നാളായിട്ടുള്ള മെഷീനാണ്, എത്ര റിപ്പയർമെന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ബാർകോഡിൽ നിന്ന് അതിന്റെ ഹിസ്റ്ററി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മെയിൻ്റെനൻസ് ടീമിന് അതിനനുസരിച്ച് റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ അറിയിച്ചു സാധിക്കും. നമുക്കറിയാം അവിടെ ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ആ സിസ്റ്റം ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, മെയിൻ്റെനൻസ് സിസ്റ്റം അവിടെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലോറിന്റെ ആണെങ്കിലും റിപ്പയർമെന്റുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എക്യുപ്മെന്റ്സിന്റെ ആണെങ്കിലും അല്ലെ എവിടെയാണെങ്കിലും ആ റിപ്പയർമെന്റ് കാര്യങ്ങളും തടസ്സം കൂടാതെ നമുക്ക് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, then you can also use the comprehensive on-site data collection service to record, verify and update your assets and equipment inventories. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം സൈറ്റിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അല്ലെ അപ്ഡേഷൻ വരുത്തിക്കൊണ്ട് തന്നെ പോകാനായിട്ട് ഇൻ കേസ് എന്തെങ്കിലും റിക്വയർമെന്റും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ അതിന് അല്ലെ റിക്വയർമെന്റ് കാര്യങ്ങളും അതിനനുസരിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്താണോ കൂട്ടിച്ചേർക്കേണ്ടത് ആ ഇൻഫോർമേഷൻസ് ഒക്കെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ട്രാക്ക് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. കൃത്യമായിട്ട് ഏത് രീതിയിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം മെയിൻ്റെനൻസ് ടീമിനായിരിക്കും ആ കാര്യങ്ങളൊക്കെ അവയർനെസ് ഉണ്ടാവും അല്ലെ.
അവർക്കറിയാം ആ ബാർകോഡും കൃത്യമായിട്ടുള്ള ലേബലും സിസ്റ്റം ഐഡന്റിഫിക്കേഷൻ ഒക്കെ. അപ്പൊ അത് തിരിച്ചറിവ് മനസ്സിലാക്കി കൊണ്ടുപോകാൻ സാധിക്കും. ഫൈനലി ദ ഡാറ്റ കളക്ടഡ് വിൽ ബി അപ്ലോഡഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് വിത്ത് യുവർ CMMS ഡാറ്റാബേസ്. തീർച്ചയായിട്ടും നമ്മൾ ഈ വെരിഫിക്കേഷൻ ഒക്കെ വരുത്തിയതിനു ശേഷം നമ്മൾ പറഞ്ഞു പുതിയ റീനെയിം ഒക്കെ വരുത്തണമെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ CMMS ആ പുതിയ ഡാറ്റ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. All to ensure that your hospital building maintenance program is reliable, usable and reusable. ഓക്കെ, അപ്പൊ അതായത് അത് എന്താണ്, വിശ്വസനീയമാണ്, അതോടൊപ്പം തന്നെ ഉപയോഗപ്രദമാണ് അല്ലെ. ഇൻ കേസ് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും അല്ലെ എല്ലാനും ഉൾപ്പെടുത്തുന്നുണ്ട്. റിപ്പയർമെന്റ് വരുമ്പോൾ നമുക്കറിയാം ഏത് ടൈമിൽ റിപ്പയർമെന്റ് വരുമ്പോഴും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതുകൂടി അതിൽ ഉൾപ്പെടുത്തി തന്നെയാണ് CMMS വഴി അപ്ലോഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഉപയോഗിക്കാൻ പറ്റുന്ന വിശ്വസനീയമാണ്, അതോടൊപ്പം തന്നെ ഉപയോഗപ്രദമാണ്, യോഗ്യവുമാണ് അല്ലെ. ഇനിയും വീണ്ടും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ ആണോ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകൾ, വലിയ എന്താ പറയാ എസ്സേ പോലത്തെ ക്വസ്റ്റ്യൻസുകളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ അബ്രിവേഷനും കാര്യങ്ങളും, എന്താണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം, ഇങ്ങനെ ഇതുകൊണ്ട് നമുക്ക് എന്താണ് പ്രത്യേകതകളുള്ളത്, കേസ് ബാർകോഡിന്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം അല്ലെ. അത് എന്ന് കൃത്യമായിട്ട് എത്രത്തോളം നാൾ ഉപയോഗിച്ചു അല്ലെ, ഇതിന്റെ കൃത്യമായിട്ടുള്ള ഹിസ്റ്ററീസ് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. നമ്മുടെ ഓപ്ഷനിൽ അതിന്റെ ഹിസ്റ്ററീസ്, ആ എക്യുപ്മെന്റ്സിന്റെ ഹിസ്റ്ററീസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ ഇൻ കേസ് അല്ലെ ക്വസ്റ്റ്യൻസുകൾ അങ്ങനെ എന്താ പറയാ ഇത് ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും വരാറില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടു കാണാറുള്ളൂ. സോ ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞതുപോലെ അതൊന്ന് നോട്ട് ചെയ്ത് പോയാലേ, കാരണം നമുക്ക് കൃത്യമായിട്ട് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഇവിടെ പറയുന്നുണ്ട്. CMMS വഴി അപ്ഡേഷൻസ് വരുത്തി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ബിൽഡിംഗ് മെയിൻ്റെനൻസ് പ്രോഗ്രാം ഇസ് റിലയബിൾ, യൂസബിൾ ആൻഡ് യൂസർ. ഓക്കെയാണോ? തേർഡ് പോയിന്റ് ഒക്കെയാണോ? ബാർകോഡ്, എക്യുപ്മെന്റ് ആൻഡ് അസെറ്റ്സ് ആണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. ബാർകോഡ്, എക്യുപ്മെന്റ് ആൻഡ് അസെറ്റ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ബാർകോഡിന്റെ കാര്യം തന്നെയാണ് വീണ്ടും ഇവിടെ കുറച്ചും കൂടി അവിടെ വിവരിച്ച് പറയുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ? ബാർകോഡ്, എക്യുപ്മെന്റ് ആൻഡ് അസെറ്റ്സ്, അതിന്റെ കാര്യങ്ങളോട് ചേർന്ന് വരുന്നത് തന്നെയാണ് നെക്സ്റ്റ് പോയിന്റ് വരുന്നത്. എസ്റ്റാബ്ലിഷ് ആൻഡ് മോണിറ്റർ ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ പെർഫോമൻസ് മെട്രിക്സ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ ഇവിടെ നമ്മൾ പഠിച്ചു പോയ ആ KPI വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും എടുത്ത് പറയുന്നത്. അതായത് നമ്മൾ സ്ഥാപിക്കുക, നമുക്ക് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന്റെ അളവ് പോലൊക്കെ ഒക്കെയാണ് അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാം, പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഡു യു ഹാവ് ആൻ adequate level of technicians? Is your equipment productivity high enough? Viewing standards across the hospital industry can highlight areas of improvement and submission. നമുക്കറിയാം ടെക്നീഷ്യൻസ്മാരെയൊക്കെ മതിയായ രീതിയിൽ നമ്മൾ അവിടെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് നിലനിർത്തുന്നു. എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഉത്പാദനക്ഷമമായിട്ടൊക്കെ പ്രവർത്തിച്ചൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. Our hospital face unique constraints that make analyzing your performance and productivity challenges. Okay, നമുക്കറിയാം ഉത്പാദനക്ഷമമല്ലാത്ത കുറെ കാര്യങ്ങൾ. ഇപ്പൊ എൻഗേജ് അവിടെയുള്ള ടെക്നീഷ്യന്മാര് നല്ല രീതിയിൽ ഇതൊക്കെ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് മെഷീൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് അതിന്റെ ആ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് പറ്റാതെ അല്ലെ, എന്തെങ്കിലും റിപ്പയറും കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് നേരം കേടാവാൻ സാധ്യതയുള്ള മെഷീൻസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അല്ലെ. നല്ല രീതിയിലുള്ള സർവീസ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ടെക്നീഷ്യന്മാര് നല്ല യോഗ്യരായവരല്ല അല്ലെങ്കിൽ അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അതില്
പ്രോപ്പറായിട്ട് പ്രതിഫലിച്ച് കാണുന്നില്ല എങ്കിലൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള സർവീസ് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. Okay, till you should understand how other hospital with the same number of beds or staff are performing activity if you are over or underperforming. Okay, അപ്പൊ അവര് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ മാതിരി മറ്റു ഹോസ്പിറ്റലുകാർക്കൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിന് അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിന് എന്തുകൊണ്ട് അവരെ മറികടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരോടൊക്കെ എത്തിച്ചേരാൻ പറ്റാത്തത് എന്താണെന്ന് ഇടയ്ക്കെങ്കിലും ഒരു കമ്പാരിസൺ നടത്തണം. ഓക്കെ, നമ്മളിപ്പോ ടെക്നീഷ്യന്മാരെ നിർത്തുന്നുണ്ട്, ഈ പറഞ്ഞ മാതിരി തന്നെ നോമിഫിക്കേഷനും അല്ലെ ഈ പറഞ്ഞ ബാർകോഡും കാര്യങ്ങളൊക്കെ സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്തൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നല്ല സർവീസ് ഈ പറഞ്ഞ മാതിരി പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അത് ഒരു കമ്പാരിസൺ നടത്തി കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ക്രിട്ടിക്കൽ KPIs അല്ലെ നമ്മൾ കണ്ടതാണ്. എന്താണ് KPIs എന്ന് പറയുന്നത്? ാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട യൂസേജ്? കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തില്ലേ? എക്യുപ്മെന്റ്സ് എത്രത്തോളം നാൾ വർക്ക് ചെയ്തു, എത്രത്തോളം റിപ്പയർമെന്റ്സ് വന്നു അല്ലെ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ക്രിട്ടിക്കൽ KPIs വിത്തിൻ യുവർ ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് പ്രോഗ്രാം ഷുഡ് ഇൻക്ലൂഡ്. അതിൽ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്ത് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത്ര കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി പോകണം അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞ മാത്രം നല്ല സർവീസ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, മീൻ റിപ്പയർ ടൈം, എത്രമാത്രം പ്രാവശ്യം നമ്മൾ റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലെ. ശരാശരി അറ്റകുറ്റപ്പണിയുടെ ആ ഒരു സമയം അല്ലെ. ഇൻ കേസ് മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയർ, ഫെയിലിയർ ആവാനായിട്ട് മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയർ അല്ലെ, അവിടെ പരാജയപ്പെടുത്തുക അല്ലെ. ശരാശരി സമയം നമ്മളിപ്പോ ഒരു റിപ്പയർ ചെയ്തിട്ട് വീണ്ടും ഫെയിലിയർ ആവാനായിട്ട് കിട്ടുന്ന ഒരു സമയം അല്ലെ, അതിന്റെ ഇടയിലുള്ള ആ സമയം. അറ്റകുറ്റപ്പണിയുടെ ശരാശരി അറ്റകുറ്റപ്പണിയുടെ സമയം എന്ന് പറയുന്നത് നമ്മളൊരു സാധനം ഒരു എക്യുപ്മെന്റ് ഒക്കെ എന്തെങ്കിലും റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴുണ്ടാകുന്ന സമയം, ദെൻ അങ്ങനെ ചെയ്തതിനു ശേഷം വീണ്ടും റിപ്പയർമെന്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബിറ്റ്വീനിൽ ഉണ്ടാവുന്ന സമയക്രമം. ഓക്കെ, നമുക്കറിയാം നമ്മളെപ്പോഴും ഒരു മെഷീൻ മേടിക്കുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയും ഇത് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ കമ്പനികളുടെ നമുക്ക് ഇഷ്ടം അല്ലെ കൂടുതലായിട്ട് ഡ്യൂറേഷൻ നിൽക്കുന്ന മെഷീൻസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നടപ്പാക്കാനോ അത് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിരിക്കുള്ളൂ തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകാർ ശ്രമിക്കുന്നത്. സോ അത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തണം. ഓക്കെ, ഫസ്റ്റ് ടൈം എത്രത്തോളം ടൈം എടുത്തിട്ടാണ് അത് റിപ്പയർമെന്റ് പറഞ്ഞിരിക്കുന്നത്, ദെൻ വീണ്ടും റിപ്പയർമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വന്ന ആ ഒരു ടൈം ബാർ അല്ലെ അതെന്താണ്, ദെൻ ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്, പരമാവധി അല്ലെ പരമാവധി നല്ല രീതിയിൽ പ്രവർത്തനം എടുക്കാൻ പറ്റിയ സമയം എത്രത്തോളം ഉണ്ട്, ദെൻ അത് ഈ എന്നുള്ള രീതിയിൽ അബ്സർവേഷൻ ചോദിച്ച് കാണാറുണ്ട്. ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്, ദെൻ പ്ലാന്റ് മെയിൻ്റെനൻസ് പെർസെന്റേജ്, മെയിൻ്റെനൻസ് പെർസെന്റേജ് എത്രത്തോളം ഉണ്ട് എന്ന് ആസൂത്രണം ചെയ്യുക. തന്നെ വീണ്ടും അല്ലെ PM കോമ്പറ്റീഷൻ അല്ലെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്, നമുക്കറിയാം എപ്പോഴും എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇൻവെന്ററി ടേൺ ഓവർ, വീണ്ടും നമുക്കറിയാം അത് വിറ്റുവരവ് എത്രത്തോളം ഉണ്ട് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് എപ്പോഴും മാറ്റി വെക്കേണ്ട ഒരു എക്യുപ്മെന്റ് ആയിട്ട് വരുന്നുണ്ടോ അല്ലെ. റിയാക്റ്റീവ് മെയിൻ്റെനൻസ് വർക്ക് അവേഴ്സ്, റിയാക്റ്റീവ് അതായത് നമുക്കറിയാം എത്രത്തോളം പ്രവർത്തനാത്മകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളിപ്പോ ഒന്ന് റിക്വയർമെന്റ് ചെയ്ത് ചിലപ്പോ ഡ്യൂറേഷൻ അതിന്റെ ഇടയ്ക്ക് ഒരു ബിറ്റ്വീൻ്റെ ടൈം നമ്മൾ പറഞ്ഞു, അതിനേക്കാൾ അപ്പുറം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ റിക്വയർമെന്റ് വീണ്ടും വന്ന് ചെയ്തു പോകേണ്ട ഒരവസ്ഥ അല്ലെ. ഒരു നിശ്ചിത സമയത്തിന്റെ ബാർ ഗ്യാപ്പ് അല്ലാതെ തന്നെ ചിലപ്പോൾ ഒരു ചെറിയൊരു റിപ്പയർ ചെയ്തിട്ട് വീണ്ടും അത് നന്നായിട്ട് വർക്കിംഗ് ആയി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. സോ അത് റിയാക്റ്റീവ് ആയിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ. ഓക്കെ, വീണ്ടും അൺഷെഡ്യൂൾഡ് ഡൗൺ ടൈം അല്ലെ, അതായത് വർക്ക് ചെയ്യാൻ ഇതിന് ഡൗൺ ഇത്രയും നാളെ ഈ എക്യുപ്മെന്റ് വർക്കിംഗ് ഉള്ളൂ അല്ലെ, ഇത് കാലാവധി അതോടുകൂടി തീരെയാണ് അല്ലെ. അപ്പൊ അത്രത്തോളം ആ എക്യുപ്മെന്റിന്റെ ഡൗൺ ടൈം എത്രത്തോളമാണ്. പിന്നെ സ്പെയർ പാർട്സ് ഇൻവെന്ററി മാനേജ്മെന്റ്, ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ചില എക്യുപ്മെന്റ്സിനൊക്കെ ആണെങ്കിൽ സ്പെയർ പാർട്സ് കിട്ടാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതേസമയം ചില എക്യുപ്മെന്റ്സിന്റെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വേണമെങ്കിൽ ഇമ്പോർട്ട് ഒക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അതെല്ലാം തന്നെ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും നമ്മൾ എക്യുപ്മെന്റ്സ് പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്കറിയാം
നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് അല്ലെങ്കിൽ നല്ല സർവീസ് തന്നെ കൊടുക്കാൻ പറ്റുന്ന പര്യാപ്തതയിൽ എത്തിപ്പെടേണ്ടതാണ്. നല്ല ടെക്നീഷ്യനെ വെക്കുന്നുണ്ട്, റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ നല്ല സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ സംതിങ് മിസ്റ്റേക്ക് അല്ലെ, ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അഭാവം കൊണ്ടായിരിക്കാം നമുക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇപ്പോഴെപ്പോഴും എക്യുപ്മെന്റ്സുകൾ കംപ്ലൈൻസ് വരുന്നത്. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. വീണ്ടും സ്പെയർ പാർട്സ് നമ്മൾ പറഞ്ഞു, വർക്ക് ഓർഡർ സൈക്കിൾ ടൈം. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ സംക്രമണം എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള ആവശ്യകത വീണ്ടും വരുന്നത് അതിക്രമിച്ച് തന്നെ വീണ്ടും വരുന്നുണ്ടോ. നമ്മൾ എപ്പോഴും കുറെ എക്യുപ്മെന്റ്സ് വീട്ടിലാണെങ്കിലും അല്ലെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും എക്യുപ്മെന്റ്സ് അത് നമ്മൾ റിപ്പയർമെന്റ് കാര്യം മാത്രമല്ല അല്ലെ, നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അതിന് കുറെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം അതിന്റെ സ്പെയർ പാർട്സ് കിട്ടാതെ വരുന്ന സാധ്യത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ടെക്നീഷ്യനെ കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റാതെ അല്ലെ, ഒരു പുതിയ ന്യൂ ടെക്നോളജിസ്റ്റിനെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് ചിലപ്പോൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവാം. സോ ഇതിനെ കുറിച്ചിട്ട് എല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഓരോ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ പെർഫോമൻസ് ഇൻഡെക്സിൽ നമ്മൾ ഉൾപ്പെടുത്തി പോകണം. സോ അങ്ങനെ ആ ഇൻഡെക്സിൽ ഫുൾഫിൽ ചെയ്ത് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ പേഷ്യൻസ് സ്ഥാപിക്കാനായിട്ട് മെഡിക്കേഷൻ പർച്ചേസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ടെക്നീഷ്യന്മാരൊക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിലുള്ള സേവനങ്ങൾ തന്നെ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇത് എവിടെ നിന്നും നമുക്ക് ഇങ്ങനെ ചാൻസ് വന്നത്, അതായത് നമ്മളൊരു കമ്പാരിസൺ നടത്തുമ്പോഴാണ്. നമ്മൾ മാത്രം നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് പോളിസികളൊക്കെ ഫോളോ ചെയ്ത് പോയിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള സർവീസ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മറ്റു ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു കമ്പാരിസൺ നടത്തുമ്പോഴാണ് ഈ ഇവാലുവേഷൻ ഒക്കെ പ്രസക്തി വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. Irrespective of your hospital maintenance management program, you must prioritize your patients satisfy and meet the regulatory compliance requirement. ഓക്കെ, എപ്പോഴും നമ്മള് നമ്മുടെ മെയിൻ്റെനൻസ് മാനേജ്മെന്റിനെ റെസ്പെക്റ്റീവ് ആയി വരുന്നത് എങ്ങനെയാ, പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസ് കൊടുക്കാനായിട്ട് പറ്റുന്ന സേവനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അവർ റെസ്പെക്ട്ഫുൾ ആണ്. മെയിൻ്റെനൻസ് ടീമും ഒക്കെ ഗുഡ് ആണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതല്ലാതെ പേഷ്യൻസിന് അല്ലെ റെഗുലർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻസ് കൊണ്ടുവരുന്നു, എപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ലാത്ത അന്തരീക്ഷങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു രീതിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ആ മെയിൻ്റെനൻസ് ടീം അത്ര നല്ല ടീമല്ല എന്ന്, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ടീം ഫോളോ ചെയ്യുന്ന സിസ്റ്റംസ് നല്ലതല്ല, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് തിരഞ്ഞെടുക്കുന്നത് മോശമാണെന്ന് നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും. സോ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പുതിയ രീതിയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. മോണിറ്റർ ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ പെർഫോമൻസ് മെട്രിക്സ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാർകോഡും കാര്യങ്ങളൊക്കെ നോമെൻക്ലേച്ചറും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. പല കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയും നടപ്പാക്കേണ്ടതുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ നിർദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകള്? എല്ലാ പോയിന്റ്സും ഒന്ന് വായിച്ചിട്ട് വരിക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. വായിച്ച് തന്നെ നോക്കി പോകണം. കാരണം മെയിൻ്റെനൻസ് ഒക്കെ ആയതുകൊണ്ട് കുറെ ചെറിയ അപ്രിവേഷനും കാര്യങ്ങളൊക്കെയാണ്. ഒരു സുപ്രഭാതത്തിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അല്ലെ. വലിയ ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല, പക്ഷെ കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ തന്നെ ശ്രമിക്കും. താങ്ക് യു.